എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ സർജറിക്ക് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. സർജറി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, നാളെ നമുക്ക് സർജറി ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി രാത്രി ഒരു 7-8 മണി നേരത്താണ് അവർ വന്നിട്ട് പറയണത് നാളെ 9 മണിക്ക് സർജറി. ആ ടൈമിൽ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പേര് ഉണ്ടാവണം. എ പോസിറ്റീവ് ബ്ലഡാണ് അമ്മയുടെ. അപ്പോൾ എ പോസിറ്റീവ് ബ്ലഡുള്ള 2 പേര് ആ നേരത്തോടെ വന്നിട്ടുണ്ടാവണം എന്ന്. പെട്ടെന്ന് എന്താ ചെയ്യുന്ന ഒരു പിടുത്തമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീട് ചാലക്കുടിയിലായതുകൊണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ ചാലക്കുടിയിലാണ് ഉള്ളത്. പിന്നെ രാവിലെ 9 മണിയാകുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഒരാളിങ്ങനെ വിളിച്ച് വരുത്താൻ പറഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയും സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. അതുകൊണ്ട് ആൾ ബ്ലഡ് കൊടുക്കാൻ സമ്മതമെന്ന് പറഞ്ഞു. എന്നാലും ഇനി ഒരാളും കൂടെ വേണം. എന്ത് ചെയ്യുന്നറിയാതെ എത്തും പിടിയില്ലാതിരുന്ന നേരത്താട്ടോ കോട്ടയം ഭാഗത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചത്. എൻ്റെ പരിചയത്തിൽ ആരും തന്നെ കോട്ടയത്ത് ഉണ്ടായില്ല കേട്ടോ. പക്ഷേ എനിക്ക് പെട്ടെന്നാണ് ഓർമ്മ വന്നത് ജെനൂസ് വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ജെൻസിയുടെ വീട് കോട്ടയം ഭാഗത്ത് എവിടെയോ ആണല്ലോ എന്ന്. നിങ്ങളിൽ കുറേയൊക്കെ പേർക്ക് അറിയായിരിക്കും ജെനൂസ് വ്ലോഗ്സിലെ ജെൻസിയെ പറ്റി. കാരണം ഒരു 3 ലക്ഷത്തിൽ പല സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് ജെനൂസ് വ്ലോഗ്സ്. എനിക്ക് ജെൻസിയെ നേരിട്ട് പരിചയമൊന്നുമില്ല, ഈ യൂട്യൂബ് വഴി കണ്ടുള്ള പരിചയമേ ഉള്ളൂ. എന്നാലും ഞാൻ വേഗം ജെൻസിയെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചൊരു കാര്യം, കോട്ടയം ഭാഗത്ത് വീടായതുകൊണ്ട് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഇതുപോലെ വന്ന് ബ്ലഡ് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ചോദിച്ചത് നമുക്ക് കിട്ടിയ റിപ്ലൈ ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസി പറഞ്ഞത് ജെൻസിയുടെ അമ്മയുടെയും ഹസ്ബൻഡിൻ്റെയും ഈ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്. അവർ 2 പേരും ബ്ലഡ് കൊടുക്കാൻ വരാൻ വില്ലിങ് ആണെന്നാണ് പറഞ്ഞത്. പറയും മാത്രമല്ല രാവിലെ തന്നെ ജെൻസിയുടെ അമ്മ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു കേട്ടോ. ജെനൂസിൻ്റെ അമ്മയെ നമുക്ക് നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിലും വീഡിയോസിലൂടെ കണ്ടിട്ടുള്ളതുകൊണ്ട് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അമ്മേനെ ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മേനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ സമയത്താണ് ഇവിടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം ഓടി ഇറങ്ങി വന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് വേഗം തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോയി. എന്തായാലും അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമുക്ക് ഒരു പരിചയമില്ലാതിരുന്നിട്ട് പോലും നമ്മളൊരു കോൾ വിളിച്ചപ്പോഴേക്കും ഓടി വരാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ. അതിന് ഒരുപാട് നന്ദിയും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. ജെനൂസ് വ്ലോഗ്സ് ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് എടുത്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.